കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ചേട്ടൻ്റെ പോലെ പുതിയൊരു വീട്ടിലേക്ക് സുഖം. നമ്മൾ നീണ്ട ഒരു യാത്രയിലാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളൊരു 2.5 വർഷം മുമ്പ് വന്നിട്ടുള്ള ഞാനൊരു വീഡിയോയുടെ ചെറിയൊരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചർച്ചിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ആരുടെയും അല്ല, നമ്മുടെ അതായത് മമ്മൂട്ടി അഭിനയിച്ച് വളരെ മനോഹരമാക്കിയൊരു സിനിമയാണ് ഒരു മനോത്തൂർ കനവ് എന്ന് പറയുന്ന മമ്മൂട്ടിയും ദിവ്യ ഉണ്ണിയൊക്കെ അഭിനയിച്ചിട്ടുള്ള കലാമണിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ആ സിനിമയുടെ ഒരു കരുണാമയനെ കാവൽ വിളക്ക് എന്നുള്ള സോങ് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ സുറപ്പാറ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ ഒരു ക്രിസ്മസ് ദിനമായി ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ഓർമ്മയുണ്ടെന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ എല്ലാ കുഞ്ഞു വലിയ കൂട്ടുകാർക്കും ആദ്യമായിട്ട് തന്നെ ക്രിസ്തുമസ് ആശംസകൾ നേരെയാണ്. ഹാപ്പി ക്രിസ്മസ് ടു ആൾ മൈ ഡിയേഴ്സ്. ലോകമെമ്പാടും ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ച ഈ പുണ്യദിനം ക്രിസ്തുമസ് ദിനമായിട്ട് ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷം കഞ്ചിക്കോടുള്ള CSC ചർച്ചിലെ ഫാദർ ജോയ്സ് ജോൺ ആണ് നമ്മുടെ ചാനലിൽ ക്രിസ്തുമസ് സന്ദേശം നൽകാനെത്തിയത്. ഇപ്രാവശ്യവും അദ്ദേഹം നമ്മളെ ഓർക്കുകയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുള്ള ഒരാൾ മുഖേന എന്നെ ക്ഷണിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അങ്ങോട്ട് പോകാനുള്ള സാഹചര്യവും സമയവും ഒത്തുവന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന ഈ പള്ളിയിലോട്ട് നിങ്ങളെ ഒരിക്കൽ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് വരുമ്പോൾ നിറം മങ്ങിയ പെയിൻ്റ് ആണെങ്കിൽ ഇന്ന് നല്ലതുപോലെ കളർഫുള്ളാക്കി അതിമനോഹരമായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പള്ളി. സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയിട്ടാണ്. ഏത് സിനിമ എന്നായിരിക്കും. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കാൻ്റെ ഹിറ്റ് പടമായിട്ടുള്ള ഒരു മറവത്തൂർ കനവ് എന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ സിനിമയിലെ ഒരു ഗാനമുണ്ട്, ഒരു ഡിവോഷണൽ സോങ് എന്നൊക്കെ പറയാം. കരുണാമയനെ കാവൽ വിളക്കി കനിവിൻ നാളമേ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആ ഒരു വീഡിയോ സോങ് കാണുക. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയും അതുപോലെ തന്നെ ദിവ്യ ഉണ്ണിയും കൂടി കണ്ടുമുട്ടുന്ന ഒരു രംഗം അതിമനോഹരമായിട്ട് ചിത്രീകരിച്ച ആ ഒരു ലൊക്കേഷനാണിത്. ആ സിനിമയിലെ കരുണാമയനെ എന്ന സോങ് മലയാളികളുടെ മനസ്സിൽ തുളച്ചു കയറിയിട്ടുള്ള ഒരു സോങ്ങാണ്. ഒരു മറവത്തൂർ കനവ് കൂടാതെ ലേറ്റസ്റ്റ് സിനിമയായിട്ടുള്ള കള്ളനും ഭഗവതിയും ലൂയ 13 തുടങ്ങിയ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ അച്ഛനും പിള്ളേരും കരോളിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ വരുന്ന വഴിക്ക് കടയിൽ നിന്ന് മെഴുകുതിരി വാങ്ങി വെച്ചിരുന്നു കത്തിക്കാനായിട്ട്. പള്ളി അടച്ചത് മൂലം കത്തിക്കാൻ സാധിക്കാത്തതിൽ വിഷമിച്ച അച്ഛനോട് ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരാളെ വിട്ട് പള്ളി തുറന്നു, ലൈറ്റെല്ലാം ഇട്ടു തന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പള്ളിക്കകത്തോട്ട് ചെന്ന് തിരുസന്നിധിയിൽ മെഴുകുതിരി കത്തിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ലൈറ്റെല്ലാം ഓഫാക്കി വാതിലടച്ച് ഞാൻ തന്നെ പുറത്തിറങ്ങി. ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായി പള്ളിയുടെ ഉൾവശത്ത് മുകൾവശം മുഴുവൻ അതിമനോഹരമായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. സ്റ്റാറും ലൈറ്റും ഒരുപാട് മനോഹരമായിട്ട് അലങ്കരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ സ്ഥലം പാലക്കാട്ടിൽ, എന്നാൽ തമിഴ്നാടിനോട് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കൊഴിഞ്ഞാമ്പാറ മേനാമ്പാറയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റോഡിന് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ഈ പള്ളി കാണാം. സുറപ്പാറ ചർച്ച് എന്നാണ് ഗൂഗിൾ ലൊക്കേഷൻ കേട്ടോ. പാലും ശർക്കരയും കൂടിക്കലർന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെയാണ് ഇവിടുത്തെ തമിഴ്നാടും കേരളവും ലയിക്കുന്ന സ്ഥലം. മലയാളത്തിലും തമിഴിലും നെയിം ബോർഡുകളുള്ള ഷോപ്പുകൾ നമുക്ക് കാണാം. തമിഴ് ആളുകളും മലയാളികളെയും ഇവിടെ കാണാം. ഒരു സംസ്കാരം മാറുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ പള്ളി ഒരു കുന്നിൻ്റെ മുകളിലാണ്, താഴെയാണെങ്കിൽ ഒരു സ്കൂളും. പള്ളിക്ക് പിറകിൽ വിശാലമായിട്ടുള്ള മൈതാനമാണ്. തൊട്ടു ബാക്കിൽ കുറേയധികം ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഗ്രാമം, എന്നാൽ വളരെ ശാന്തതയോടെ ഇരിക്കുന്നൊരു പ്രദേശം, മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. നല്ല കാറ്റാണ് സന്ധ്യാസമയത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ. ഏതായാലും ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഒരു ഹാപ്പി ക്രിസ്മസ് പറയണം എന്ന് തോന്നി. അപ്പം എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. നല്ലൊരു ഐശ്വര്യമുള്ളൊരു വർഷമാവട്ടെ
അടുത്ത വർഷം എന്ന് നേർന്നുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ കൂടി ആശംസിക്കുന്നു അഡ്വാൻസ് ആയിട്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിളാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഒന്ന് മാക്സിമം വളരെ വേഗത്തിലൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. പടം പറ ഒരു മനോത്തൂർക്കനവ് ലൂയ കള്ളനും ഭഗവതിയും ഇപ്പോൾ ലേറ്റസ്റ്റ് ലൂയ 16 ലൂയ 13 ആരോട് അപ്പോൾ കുറേയധികം സിനിമകൾ ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ അത്. നമ്മുടെ പയ്യന്മാർ കരോളിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പേരെന്താ എൻ്റെ? ജിൻസൺ ഫെർണാണ്ടസ്. എത്രയിലാണ് പഠിക്കുന്നത്? 8ാം സ്റ്റാൻഡേർഡ്. ഹാപ്പി ക്രിസ്മസ്. അഴുകിയുറങ്ങും